റേഷനുണ്ട്. റേഷൻ കിട്ടുന്നുണ്ട്. അതില് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നട്ടലൊക്കെ കിഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിക്കാതെ ഇനി പോകുന്നത്. അല്ല, ഒരു ഓട്ടോക്കാരന്റെ പുറത്ത് ഇങ്ങനെ പിടിച്ചിട്ട് തോളി പിടിച്ച് എനിക്കൊന്നൊരു 15 മിനിറ്റ് കൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറി വന്നു. കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും കൂടി ഇപ്പം വിഷമമായി. എന്താ ചെയ്യുന്നു? രാവിലെ 3 മണിയാകുമ്പോൾ ഓട്ടോയ്ക്കകത്ത് കയറിയാൽ പിന്നെ നടക്കാനുള്ള സമയമില്ല. ഇതിങ്ങനെ അല്ലേ, മാവ് കൊണ്ടുവന്ന് കടയിലോട്ട് വെക്കുക, അന്നേരം തന്നെ വണ്ടിയെ കയറും. ആഹാരം പോലും കഴിക്കാനുള്ള സമയമില്ല. 7 മണിയൊക്കെ ആവും വീട്ടിൽ വരുമ്പോൾ. ചേട്ടൻ ഈ സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും ജോലി ചെയ്യാന്നുള്ളൊരു മനസ്സുണ്ട്. മോന് ഇപ്പൊ +1 കയറി, മോള് 4ാം ക്ലാസ്സിൽ. മോന് ഇപ്പൊ ഈയിടെ വയ്യാതെ വന്ന ഹോസ്പിറ്റലായിരുന്നു. നമ്മള് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുമായിരുന്നു. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അന്നേരം ഇപ്പം കുഞ്ഞിനെ എന്തായാലും കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്താൽ മതി, അതിപ്പം മാറിക്കോളെന്ന് പറഞ്ഞിപ്പം ഈ മിഞ്ഞാന്നാണ് ഞങ്ങളിപ്പം വന്നത്. 15 പൈസ വേണം അല്ലേ? ആശുപത്രിയിലായിരുന്നു ഡിസ്ചാർജ് ആയി. വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ റേഷനുണ്ട്. റേഷൻ കിട്ടുന്നുണ്ട്. അതില് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളയത്തുങ്ങളും എല്ലാരും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നവരെ. റേഷൻ കിട്ടിയാലും അവരുടെ പഠനവും മറ്റ് ചികിത്സയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും വരുമാനം ഉണ്ടോ? പെൻഷൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞിനും കൂടെ വയ്യാതായതോടെ വീട്ടിൽ ജോലിക്ക് ഒന്നാമത് വീടും കാര്യങ്ങളില്ല, ഒന്നാമത് ഇടയില്ലല്ലോ ഇവിടെ. അവിടെ 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. അന്നേരം കുഞ്ഞുങ്ങളെ ഇവനെയും കൂടി ഇങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ അനിയന്മാർ 2 പേരുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. പിള്ളേർ എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് മോൻ അവിടെ ആയിരുന്നു 5ാം ക്ലാസ് തൊട്ടേ. അവിടെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും വീടൊന്നും ഇല്ല, ഒരു വാടകയ്ക്ക. ആ കൂടെ നിർത്തിയേക്കുമായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ ഒന്ന് ഇടയ്ക്ക് കറ്റാനത്ത് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു, പുള്ളിക്കുറ്റിയിൽ. അവിടെ പിന്നെ സാലറി കുറവായിരുന്നു. നമുക്ക് അന്നേരം മുമ്പോട്ട് പോകാനൊന്നും പറ്റും. 350 രൂപയുടെ സാലറി ഉണ്ടായിരുന്നു ഒരു ദിവസം. മുമ്പോട്ടൊന്നും പോകാനുള്ള ഇതില്ലായിരുന്നു. പിന്നെ തൊഴിലുകളിലൊക്കെ പോയാലും ചെറിയ വരുമാനമല്ലേ? ചെറിയൊരു ഇതേ ഉള്ളൂ. അന്നേരം കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും കൂടി ഇപ്പം വിഷമമായി. എന്താ ചെയ്യുന്നു? പിന്നെ ഡിസ്ചാർജ് ആയത് ആശുപത്രിയിൽ. പരീക്ഷണം പോലെ വരുമല്ലേ? വല്ലാത്ത എന്താ ഡോക്ടർ പറയുന്നത് കുഞ്ഞിന്റെ കാര്യത്തിൽ? അതിന് സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 3 മണിയാകുമ്പോൾ ഓട്ടോയ്ക്കകത്ത് കയറിയാൽ പിന്നെ നടക്കാനുള്ള സമയമില്ല. ഇതിങ്ങനെ അല്ലേ, മാവ് കൊണ്ടുവന്ന് കടയിലോട്ട് വെക്കുക, അന്നേരം തന്നെ വണ്ടിയെ കയറും. ആഹാരം പോലും കഴിക്കാനുള്ള സമയമില്ല. 7 മണിയൊക്കെ ആവും വീട്ടിൽ വരുമ്പോൾ. ഞായറാഴ്ച പോലും അതിന് സമയമില്ല. ഇരുന്നില്ല, വണ്ടി ഓടിക്കില്ല സാറേ, ഓട്ടോ ഇല്ലയോ. ആഹാരം പോലും സത്യത്തിൽ കഴിക്കാനുള്ള സമയമില്ല. അതിന് ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലതിൻ്റെയും കാശ് വാങ്ങിക്കുമ്പോൾ അതിനുള്ള പണി ചെയ്യാതെ മേടിക്കാം. രണ്ടുപേരുടെയും കൂടെ ചികിത്സ വരുമ്പോൾ ഒരു മാസം എന്തുമാത്രം രൂപ വരും? നല്ലൊരു എമൗണ്ട് ആവും. കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ തന്നെ ഈ 1 മാസം കൊണ്ടാണ് മോനിങ്ങനെ ഇതായത്. അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഇത് കാണിച്ച് പിന്നെ അവര് നട്ടലൊക്കെ കിഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിക്കാതെ ഇനി പോകുന്നത്. പിന്നെ കരുത്താസി കൊണ്ടുപോയത് ടീച്ചറൊക്കെ തന്ന നമ്പറിൽ. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെല്ലണം ഡോക്ടറെ കാണാന്. ഇത് കൗൺസിലിങ്ങോടുകൂടി നേരാകും എന്നാണ് പറയുന്നത്. മരുന്നുണ്ട് ഇപ്പം. ഞാനാണെങ്കിലും ഇപ്പം വീട്ടു ജോലിക്കാണെങ്കിലും പോകുന്നുണ്ട്. എങ്കിൽ പോലും പുള്ളിക്കാരനാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് പുള്ളിക്കാരനും എന്തെങ്കിലും ഒരു ലോട്ടറി കച്ചവടം എന്തെങ്കിലും ഇരുന്നൊന്ന് ചെയ്യാമെന്നുള്ളൊരു മനസ്സുണ്ട്. അതിനും പൈസ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ലോട്ടറി എടുക്കണേലും ആണെങ്കിലും എവിടെയെങ്കിലും ഒരു ഇതുപോലെ ഇരിക്കണമെങ്കിലും നമ്മുടെ പൈസ വേണമല്ലോ. അതിനൊന്നും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തവും കാര്യങ്ങളും അതുങ്ങളുടെ ചെലവും എല്ലാവരുടെയും ചെലവും കാര്യങ്ങളും ഒക്കെ എടുക്കട്ടെ. ഇതിൻ്റെ അകത്ത് നേരം കച്ചവടത്തിനാണേലും അങ്ങോട്ട് മാറ്റി വെക്കാനുള്ള നമ്മുടെ തികയത്തില്ല. ശരിക്കും നമ്മളിപ്പം മുരുകന്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ, കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ശരിക്കും ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ
എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ആവശ്യമാണ് സത്യത്തിൽ. പിന്നെ എന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. ഞാനും എൻ്റെ സുഹൃത്തായ സൺലൈറ്റിനോടാണ് സത്യത്തിൽ ട്രീറ്റ്മെൻറ്റ് ഇത് ഇവിടെ വരെയൊക്കെ എത്തിച്ചത്. ഇനി ഇവർക്കൊരു വരുമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് സാധിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. അവർ തന്നെ കാണുന്ന അവസ്ഥ എന്തായിരുന്നു? ഞാൻ കാണുന്ന അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 2 പേര് അപ്പുറം നിന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു തന്നെ എഴുന്നേക്കാനും അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ വീട്ടിൽ അല്ലേ എഴുന്നേറ്റ് നിൽക്കാനും ആരുടെയും ഒരാളുടെ സഹായത്തോടെ നടക്കാനും കഴിയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ആൾ മാറിയിട്ടുണ്ട്. അപ്പം അത് ട്രീറ്റ്മെൻറ്റ് അതായത് ചികിത്സയുടെ ആവശ്യങ്ങളും വരും, പിന്നെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ പഠിത്തം, അമ്മയ്ക്ക് കാലിൽ സുഖമില്ലാത്ത ആളാണ്, വികലാംഗയായ ആളാണ്. അങ്ങനത്തെ കുടുംബത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. വല്ലാത്തൊരു കഷ്ടം. അതാണ് എനിക്കും സൺലൈറ്റിനൊക്കെ ഒന്ന് വരണമെന്നും നിങ്ങളോടൊന്ന് സൂചിപ്പിക്കണമെന്നൊക്കെ തോന്നിയത്. അപ്പം മുരുകനെ കണ്ടു കഴിഞ്ഞ് ഏകദേശം ഒരു 3.5 മാസമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ അന്ന് ഏറൊന്നുമല്ല, മുരുകൻ കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ആദ്യം അന്താളിച്ചു പോയി. ഞാൻ വിചാരിച്ച് മദ്യവെച്ച് വല്ലതും വന്ന് കയറാൻ വയ്യാത്ത അവസ്ഥയാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അല്ല, ഒരു ഓട്ടോക്കാരുടെ പുറത്തേ ഇങ്ങനെ പിടിച്ചിട്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ് സൺലൈറ്റ്, ദൈവം ഞാനിവിടെ കൊണ്ടുപോയി. അപ്പം പറഞ്ഞു വരിക. അപ്പം പുള്ളിയുടെ ഇങ്ങനെ തോളി പിടിച്ച് എനിക്കൊന്നൊരു 15 മിനിറ്റ് കൊണ്ട് കടയ്ക്കുള്ളിലേക്ക് കയറി വന്നു. അപ്പോൾ ആ കണ്ണാടി ആവശ്യപ്പെടുകയും പിന്നെ ഞാൻ കണ്ണടയൊക്കെ കൊടുത്തിട്ട് പുള്ളിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് പേര് ചോദിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഏകദേശം മനസ്സിലാക്കിയിട്ട് ഞാൻ പിറ്റേ ദിവസം എൻ്റെ സുഹൃത്തായ സൺലൈറ്റിനെ വിളിച്ചു. മുരുകൻ എന്ന് പറയുന്ന ഒരാൾ ചാവടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് താമസിക്കുന്നു. അതുപോലെ 10 വർഷമായിട്ട് ചികിത്സയില്ലാതെ ബുദ്ധിമുട്ടില്ല, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടില്ലായി. 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അമ്മയും അംഗവൈകല്യമുള്ള ആളാണ്. അമ്മയാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത്, വൈഫ് എവിടെ ചെറിയ ജോലിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് സൺലൈറ്റിനാണ് എന്നോട് സംസാരിച്ചത്. പിന്നെ ഏത് ഹോസ്പിറ്റലാണ് സൺലൈറ്റാ പറഞ്ഞു? ഡോക്ടറുടെ പേരെന്താ? ഡോക്ടർ പരമേശ്വരൻ സാറിനെ കണ്ടിട്ട് ഒന്ന് കാണാം, നമുക്കൊരു ദിവസം പോകാമെന്ന് പറഞ്ഞ് സൺലൈറ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊരു ദിവസം ഇവിടെ വന്ന് പുള്ളിക്ക് കാറിൽ എന്തെങ്കിലും യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ. കാറ് കൊണ്ടുവന്ന് സൺലൈറ്റിന് ഞാനും കൂടെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. അവിടെ വൈകിട്ട് 6 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പം ഞങ്ങളവിടെ എത്തി, ഡോക്ടറെ കണ്ടു. ഇതുപോലെ അപ്പം നടക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ആ ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്തോട് പോലും പോകണമെങ്കിൽ ഞങ്ങൾ 2 പേരെയും തോളിൽ ഭയങ്കര ഇങ്ങനെ ബലത്തെ പിടിച്ച കയറിപ്പോയി. ഡോക്ടറെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു പിന്നെ MRI ചെയ്യണം, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, കുറേ എഴുതി. അത് എനിക്ക് തോന്നുന്നൊരു 10-12 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അമൃതയിലൊക്കെ അയച്ച് തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു ചാരിറ്റി പോലെ ചെയ്യുമ്പോൾ എനിക്ക് ഫീസ് ഞാൻ സല്ലഡ് ചോദിച്ച ഫീസ് എത്ര ഫീസ് തരണ്ട, അത് എൻ്റെ വകയായിട്ട് ചാരിറ്റി ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ വീണ്ടും പോയി ഡോക്ടറെ കണ്ട്. അപ്പോഴാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് കുറച്ച് ആശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് ഇതിനൊരു മാറ്റം വരുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം സൺലൈറ്റിനാണ് എന്നേക്കാൾ കൂടുതൽ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നിന്നത്. പ്രാവശ്യം സൺലൈറ്റിന് തന്നെ പിന്നെയും ഈ മരുന്ന് കഴിച്ചിട്ട് കുറേ ടെസ്റ്റ് ചെയ്ത് ഇത്ര ദിവസം ഇഞ്ചക്ഷൻ കൊടുത്തു. അത് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ കുടുംബത്തിലെ സാഹചര്യം ഇതായതുകൊണ്ട് അവിടെ വന്നിരിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ പിന്നെ ക്ലിനിക്കൽ ഓട്ടോയിൽ പോയി മുരുകനെ കൃത്യമായ മരുന്ന് ചെയ്തു, ഇഞ്ചക്ഷൻ എല്ലാം ചെയ്തു, മരുന്നെല്ലാം കഴിച്ചു. അത് കുറേ പിന്നെ വ്യത്യാസം വന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെയും ഡോക്ടറെ കാണാൻ ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ പിന്നെയും കുറച്ച് ഇപ്പം ഞരമ്പിന് ടെസ്റ്റ് എഴുതി തന്നു, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് അത് റെഡിയാകും. അന്ന് ഒട്ടും വയ്യായിരുന്നു, തീരെ വയ്യായിരുന്നു. ശരിക്കും കിടപ്പെന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരു സത്യം ഇപ്പം പിടിക്കണം. കഴിഞ്ഞ ദിവസം കടയിൽ അവിടെ വന്ന് എന്നെ കാണാനായിട്ട് അവിടെ വന്നായിരുന്നു. അപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ കടയിലെ സ്റ്റാഫ് പറഞ്ഞ് ഇറങ്ങി കടിഞ്ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പതിയെ എൻ്റെ തോളെ പിടിച്ച് കടയ്ക്കകത്ത് വന്നിരിക്കുക. എന്തായാലും ശരിക്കും സന്തോഷം തോന്നി. പക്ഷെ പുള്ളിയുടെ എനിക്ക് പിന്നെ ഇപ്പം തോന്നിയത് പുള്ളിക്കൊരു വരുമാനം, ചെറുതാണെങ്കിലും വേണ്ടില്ല, കുഞ്ഞൊരു വരുമാനം ഉണ്ട്. 10 ആൾക്കാരെ കാണുന്ന തരത്തിലേക്ക് ഇതൊന്ന് മാറ്റിയെടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തന്നെ ഈ മോട്ടറൈസ്ഡ് എന്തെങ്കിലും ഭാര്യയുണ്ട്, ഒരു ഇളയ മോള് 3-ലോ മറ്റോ പഠിക്കുന്നു, മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ വീടുകളിലെ ജോലിയൊക്കെ ചെയ്താൽ ഇപ്പൊ അവർ കഴിഞ്ഞു കൊടുക്കുന്നത്. വേറെ അവസ്ഥയൊന്നും കാണാൻ ചെലവല്ലാതെ വരവൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കുന്നത്.